ഹായ്, നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത് കെമിസ്ട്രി SSLC കെമിസ്ട്രിയുടെ ഒന്നാമത്തെ പാഠഭാഗമാണ്. ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമറിസവും എന്ന് പറയുന്ന ഒരു പാഠഭാഗമാണ്. നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം. ഓക്കെ, അപ്പോൾ ഈ ഒരു പാഠഭാഗം കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലത്തെ കംപ്ലീറ്റ് ഭാഗങ്ങളും നമുക്ക് എക്സാമിന് ഷുവർ ആയിട്ട് വരുന്ന ചോദ്യങ്ങളും എല്ലാം തന്നെ നമ്മളെ ഈ ക്ലാസ്സുകളിലൂടെ കവർ ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്തിടുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. എല്ലാ കാര്യങ്ങളും ഈ ഒരു ചാപ്റ്ററിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഒന്ന് നോക്കിക്കോളൂ, ഇതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്കൊരു പിക്ചറാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ രണ്ട് കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ കയ്യിൽ എന്തോ മോളിക്യൂൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. മോളിക്യൂൾ, ഓക്കെ, എന്തോ മോളിക്യൂൾ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിനൊന്ന് അനലൈസ് ചെയ്യാം. ഈ മോളിക്യൂളിനൊന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കിക്കേ, ഇവിടെ ബ്ലാക്ക് കളറിൽ കൊടുത്തിട്ടുണ്ട്, ഒരു ബ്ലൂ കളറിലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ എത്ര ബ്ലാക്ക് ഉണ്ട് നമുക്ക് എണ്ണി നോക്കാം. ഓക്കെ, ഇവിടെ 1 2 3 4 ബ്ലാക്ക് ഉണ്ട്. ഈ ബ്ലാക്ക് എന്ന് പറയുന്നത് കാർബൺ ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഈ ബ്ലാക്ക് എന്ന് പറയുന്നത് കാർബൺ ആണെന്ന് വിചാരിച്ചോ. സോ കാർബൺ ഞാൻ C എന്ന് എഴുതി. എത്ര എണ്ണം ഉണ്ടെന്ന് ഇപ്പൊ നമ്മൾ പറഞ്ഞേ, ഇത് എണ്ണിയപ്പോൾ നമ്മൾ പറഞ്ഞു 1 2 3 4 4 എണ്ണം ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഇവിടെ നോക്കുന്ന സമയത്ത് ഈ ബ്ലാക്ക് കാർബൺ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. 1 2 3 and 4. സോ വി ഹാവ് ഇവിടെയും എന്തുണ്ട്, കാർബൺ 4 ഉണ്ട്. ഓക്കെ, ഇനി ഈ ബ്ലൂ കാണുന്നത് ഹൈഡ്രജൻ ആണ് നമ്മൾ വിചാരിക്കാം. എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10 10 എണ്ണം ഉണ്ട്. ഓക്കെ, സോ ഇവിടെ നമുക്ക് പറയാം ഹൈഡ്രജൻ ആണ്, 10 എണ്ണം ഉണ്ട്. ഇനി ഇവിടെ നോക്കുന്ന സമയത്തോ 1 2 3 4 5 6 7 8 9 10 ഇവിടെയും 10 എണ്ണം ഉണ്ട്. സോ ഇതിന്റെ മോളിക്യുലർ ഫോർമുല എന്ന് പറയുന്നത് C4H10 ആണ്. ഇതിൻ്റെതും C4H10 തന്നെയാണ്. അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ, ഇതിന്റെ ഘടന വ്യത്യാസം ഉണ്ടല്ലോ, രണ്ടിന്റെ ഘടന വ്യത്യാസമുണ്ട്. ഓക്കെ, രണ്ടിന്റെയും ഘടനയിൽ വ്യത്യാസമുണ്ട്, അതായത് സ്ട്രക്ചർ വ്യത്യാസമുണ്ട്. നോക്കിക്കേ, ഇത് വേറൊരു മോഡലാണ്, അത് വേറൊരു മോഡലാണ്. പക്ഷെ ഇതിന്റെ രണ്ടിന്റെ മോളിക്കുലർ ഫോർമുല സെയിം തന്നെയാണ്. എന്താ മോളിക്കുലർ ഫോർമുല വരുന്നത്? മോളിക്കുലർ ഫോർമുല വരുന്നത് C4, കാർബൺ 4 എണ്ണം ഉണ്ട്, ഹൈഡ്രജൻ വന്നിട്ട് 10 എണ്ണം ഉണ്ട്. ക്ലിയർ ആണല്ലോ. ഇനി ആ കുട്ടികൾ പറയുന്ന നോക്കിക്കേ, ഓൾദോ ദ മോളിക്കുലർ ഫോർമുല നമ്മൾ കണ്ടു, മോളിക്കുലർ ഫോർമുല കണ്ടു, എന്തായിരുന്നു? C4H10 ആണ്. രണ്ട് കുട്ടികളുടെ കയ്യിലുള്ള ആ ഒരു മോളിക്യൂളിന്റെ മോളിക്കുലർ ഫോർമുല നമുക്ക് കിട്ടി. ഓഫ് ദീസ് ടു കോമ്പൗണ്ട്സ് മെയ്ഡ് ബൈ us ആർ ദ സെയിം, ദർ സ്ട്രക്ചറൽ ഫോർമുല ആർ ഡിഫറെന്റ്, റൈറ്റ്? ഓക്കെ, പക്ഷെ നമ്മൾ പറഞ്ഞു ഇതിന്റെ ഘടന വ്യത്യാസമുണ്ട്. എന്താണ് ഘടന വ്യത്യാസമുണ്ട്? പക്ഷെ ഇതിന്റെ മോളിക്കുലർ ഫോർമുല സെയിം ആണ്. ഘടന എന്ന് പറയുന്നത് നോക്കിക്കേ, ഇതിന്റെ രൂപമല്ലല്ലോ ഇതിനുള്ളത്, ഈ രണ്ടെണ്ണത്തിന്റെ രൂപം വ്യത്യാസമല്ലേ, അതാണ് പറയുന്നത്. സ്ട്രക്ചർ വ്യത്യാസമുണ്ട്, പക്ഷെ ഇതിന്റെ മോളിക്കുലർ ഫോർമുല രണ്ടിന്റെയും സെയിം ആണ്. ഓക്കെ, അപ്പൊ ഈ കുട്ടി പറയുന്നു, ഓക്കെ, സോ നമ്മൾ പറഞ്ഞു മോളിക്കുലർ ഫോർമുല സെയിം ആണ്, പക്ഷെ സ്ട്രക്ചറൽ ഫോർമുല വ്യത്യാസമുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവയുടെ പേരുകളും വ്യത്യാസം ഉണ്ടായിരിക്കും എന്നാണ് ഈ കുട്ടി പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ആദ്യത്തെ പേജിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പഠിക്കുന്നത്, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഹൈഡ്രോ കാർബണുകളെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഹൈഡ്രോ കാർബണുകളെ കുറിച്ചിട്ടാണ്. അപ്പൊ നോക്കിക്കേ, നമ്മളെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് കോസ്മെറ്റിക്സ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്, വാട്ടർ ഉണ്ട്, പിന്നെ നമ്മൾ മെഴുക്, വാക്സ് എന്ന് പറയുന്നത് മെഴുകുണ്ട്, പെയിന്റ് ഉണ്ട്, അതുപോലെ തന്നെ ടയറ്, പെർഫ്യൂംസ്, പെന്ന്, ചെയറ്, പെട്രോള്, അതുപോലെ തന്നെ നമ്മുടെ പ്ലാസ്റ്റിക്കിന്റെ കവറ്, ഇതെല്ലാം വരുന്നുണ്ട്. ഇതൊക്കെ ശരിക്ക് എന്തിന്റെ ഭാഗമാണെന്നാ പറയുന്നത്? ഓർഗാനിക് കെമിസ്ട്രിയുടെ ഭാഗമാണ്. ഇതെല്ലാം തന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള എല്ലാം തന്നെ എന്തിന്റെ ഭാഗമാണ്? ഓർഗാനിക് കെമിസ്ട്രിയുടെ ഭാഗമാണ്. ക്ലിയർ ആണല്ലോ, ഓർഗാനിക് കെമിസ്ട്രിയുടെ ഭാഗമാണ്. അപ്പൊ എന്താണ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പഠിക്കാം. ഓർഗാനിക് കെമിസ്ട്രിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ ഹൈഡ്രോ കാർബണുകൾ ഉണ്ടായിരിക്കും. ഹൈഡ്രോ കാർബണുകൾ ഉണ്ടായിരിക്കും. അപ്പൊ പേര് കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ ഉണ്ടാവാനാ സാധ്യത? ഹൈഡ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി ഹൈഡ്രജൻ ഉണ്ടാവും. ഓക്കെ, ഹൈഡ്രോ കാർബൺ അല്ലേ, അപ്പൊ തീർച്ചയായിട്ടും എന്തുണ്ടാവും? കാർബണും ഉണ്ടാവും. അപ്പൊ നമുക്ക് പറയാം ഹൈഡ്രജനും കാർബണും അടങ്ങിയിട്ടുള്ള സംയുക്തങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈഡ്രോ കാർബണുകൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ, സിമ്പിൾ ആണല്ലോ. ഹൈഡ്രജനും ഉണ്ടാവും, കാർബണും ഉണ്ടാവും. ഓക്കെ, ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ രണ്ട് സാധനങ്ങളാണ്, ഹൈഡ്രജനും ഉണ്ട്, അതുപോലെ തന്നെ കാർബണും ഉണ്ട്. സിമ്പിൾ ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ് കാർബൺ എന്ന് പറയുന്ന ഒരു സംഭവം. കാർബണിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമുക്ക് അറിയാം കാർബണിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. അതുപോലെ തന്നെ മാസ് നമ്പർ എന്ന് പറയുന്നത് 12 ആണ്.
ഈ രണ്ട് കാര്യങ്ങളും നമുക്കറിയാം. ഓക്കെ, അപ്പോൾ കാർബണിന്റെ ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 ആണ്. അതുപോലെ തന്നെ മാസ് നമ്പർ വരുന്നത് 12 ആണ്. ഓക്കെ, നമുക്ക് ഈ കാർബണിന്റെ വാലൻസി കണക്കാക്കാൻ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. വാലൻസി കണക്കാക്കാനായിട്ട് നമ്മൾ പറഞ്ഞു, ഞാനിപ്പോൾ ഒരു ആറ്റം വരയ്ക്കാം, അല്ലെങ്കിൽ നമ്മുടെ കാർബണിന്റെ ഒരു ആറ്റം വരയ്ക്കാം. ഉള്ളിലായിട്ട് ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിന്റെ ഉള്ളിൽ പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്. അതിന്റെ പുറമേ ആയിട്ട് ഒരു ഷെല്ലുണ്ട്, കെ എന്ന് പറയുന്ന ഷെല്ലുണ്ട്. ആ കെ എന്ന് പറയുന്ന ഷെല്ലിൽ നമുക്ക് എത്ര എണ്ണത്തിന് ഉൾക്കൊള്ളിക്കാൻ പറ്റും? 2 ഇലക്ട്രോണുകളിനെ ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അതിന്റെ പുറമേ ഒരു ഷെല്ലുണ്ട്, അതിന്റെ പുറമെയുള്ള ഷെല്ലിന് പറയുന്ന പേരാണ് എൽ എന്ന് പറയുന്ന ഷെല്ല്. എല്ലില് ബാക്കിയുള്ള ഇലക്ട്രോണുകൾ നമുക്ക് ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റും. ബാക്കി എത്രയുണ്ട്? ടോട്ടൽ 6 ആണെന്ന് പറഞ്ഞു, 2 എണ്ണത്തിനോട് കൊടുത്തു. ബാക്കി 1 2 3 4. ഓക്കെ, ടോട്ടൽ എത്രയായി ഇപ്പോ? 1 2 3 4 5 6 6 ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ ഇങ്ങനെയാണ് ഇതിന്റെ ഘടന. അപ്പൊ ഇതിന്റെ വാലൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പുറമേ ഉള്ള ഷെല്ലില് നമ്മൾ പറഞ്ഞു ഈ ഷെല്ലിന്റെ പേര് കെ എന്നാണ്, ഈ ഷെല്ലിന്റെ പേര് എൽ എന്നാണ്. എൽ എന്ന് പറയുന്ന ഏറ്റവും പുറമേ ഉള്ള ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടോ അതിനെയാണ് അതിന്റെ വാലൻസി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇത് ചുമ്മാ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇത് എത്രയാണ്. 1 2 3 4. അപ്പൊ കാർബണിന്റെ വാലൻസി എത്രയാണ്? കാർബണിന്റെ വാലൻസി എത്രയെന്ന് വെച്ചാൽ നമുക്ക് പറയാം 4 ആണ് കാർബണിന്റെ വാലൻസി. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ് കാർബണിന്റെ വാലൻസി 4 ആണ് എന്നുള്ളത്. ക്ലിയർ ആണല്ലോ. സോ ഹൈഡ്രോ കാർബൺ പറഞ്ഞു. നമ്മൾ ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഹൈഡ്രജൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ കാർബണും ഉണ്ടായിരിക്കും. രണ്ടാമത് പറഞ്ഞ കാര്യം കാർബണിന്റെ വാലൻസി എന്ന് പറയുന്നത് 4 ആണ്. ബിക്കോസ് നമ്മൾ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞു വിചാരിച്ചോ, ഇലക്ട്രോണിക വിന്യാസം അല്ലെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്ന സമയത്ത് നമ്മൾ എങ്ങനെ എഴുതും? 2 4 എന്ന് എഴുതാം. 2 4. അതായത് വാലൻസി എന്ന് പറയുന്നത് 4 ആണ് നമ്മുടെ കാർബണിന്റെ വാലൻസി. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മനസ്സിലായി. ഓക്കെ, ഹൈഡ്രോ കാർബണുകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. ഓക്കെ, നമ്മളൊരു കാർബൺ എടുത്തു. നിങ്ങളോടൊരു ചോദ്യം, കാർബണിന്റെ വാലൻസി എത്രയാണ്? അപ്പൊ നിങ്ങൾ പറയും കാർബണിന്റെ വാലൻസി 4 ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു 4 ആണ്. ഓക്കെ, അതായത് നമുക്ക് വാലൻസിനെ നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാർബണിന് ചുറ്റും ഇതുപോലെ 4 വരകൾ ഉണ്ടായിരിക്കണം. ഈ വരകൾക്ക് ഒരു പേരുണ്ട്. ഈ വരകളെ പറയുന്നതാണ് ബോണ്ട് എന്ന് പറയുന്നത്. ബോണ്ട്, ബന്ധനം എന്ന് പറയാം കേട്ടോ. ബന്ധനം, ബോണ്ട് അല്ലെങ്കിൽ ബന്ധനം എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ എത്ര ഇതിനെ ഒരു വരയല്ലേ ഉള്ളൂ. ഒരു വരയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് സിംഗിൾ ബോണ്ട് എന്ന് പറയുന്നത്. 2 വര ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഡബിൾ ബോണ്ട് എന്ന് പറയും. 3 വര ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയും. ഓക്കെ, സോ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഏകബന്ധനത്തിനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ സിംഗിൾ ബോണ്ടിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു കാർബണിന്റെ വാലൻസി 4 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാർബണിന് ചുറ്റും 4 വരകൾ വരയ്ക്കണം. സിമ്പിൾ. ഓക്കെ, കാർബണിന് ചുറ്റും 4 വരകൾ വരയ്ക്കണം. ഈ കാർബണിന് ചുറ്റും ഉള്ള വാലൻസി ആരാ സാറ്റിസ്ഫൈ ചെയ്യുന്നത്? അവിടെ ആരാ വന്ന് ജോയിൻ ചെയ്യുന്നത്? അവിടെ എല്ലായിടത്തും ഹൈഡ്രജൻ വന്നിട്ട് ജോയിൻ ചെയ്യും. ഇതിനെ പറയുന്നതാണ് ഹൈഡ്രോ കാർബൺ. സിമ്പിൾ ആണല്ലോ. ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ അതിൽ ഹൈഡ്രജൻ ഉണ്ട്, കാർബൺ ഉണ്ട്. ഓക്കെ, അടുത്ത കാര്യം നമ്മൾ പറഞ്ഞു കാർബണിന്റെ വാലൻസി എന്ന് പറയുന്നത് 4 ആണ്. അതായത് ഈ 4 സ്ഥലങ്ങളിലും ആര് വന്നിട്ട് അറ്റാച്ച് ചെയ്യും? നമ്മുടെ ഹൈഡ്രജൻ വന്നിട്ട് അറ്റാച്ച് ചെയ്യും. കാർബണിന്റെ 4 സ്പേസിലും അല്ലെങ്കിൽ ആ വാലൻസി ആയിട്ട് കിടക്കുന്ന കാർബണിന്റെ വാലൻസി ആരാ ഫുൾഫിൽ ചെയ്യുന്നത്? നമ്മുടെ ഹൈഡ്രജൻ വന്നിട്ട് ഫുൾഫിൽ ചെയ്യും. ക്ലിയർ. സോ ഇതിനെയാണ് നമ്മൾ ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടി നമുക്ക് പഠിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു ഇങ്ങനെ വര വരയ്ക്കുന്നതിന് നമ്മൾ പറഞ്ഞു ബോണ്ട് എന്നാണ് പറയുന്നത്. 3 തരത്തിലുള്ള ബോണ്ടുകളാണ് നമ്മൾ പഠിക്കുന്നത്. ഏതൊക്കെയാണ്? ഒന്നാമത്തേത് സിംഗിൾ ബോണ്ട്. ഒരു വര മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് സിംഗിൾ ബോണ്ട്. 2 വര ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് ഡബിൾ ബോണ്ട് എന്ന് പറയും. അഥവാ 3 എണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പറയുന്നതാണ് ബന്ധനം എന്ന് പറയാം. ഏകബന്ധനം, ദ്വിബന്ധനം, അതുപോലെ തന്നെ ത്രിബന്ധനം എന്ന് പറയാം. അതും ക്ലിയർ ആണല്ലോ. ഓക്കെ, ഏകബന്ധനത്തിന് പറയും ഇങ്ങനെയാണ്, ഒരൊറ്റ വര. ദ്വിബന്ധനാണെന്നുണ്ടെങ്കിൽ 2 വര ഉണ്ടായിരിക്കും. ത്രിബന്ധനാണെന്നുണ്ടെങ്കിൽ 3 വരകൾ ഉണ്ടായിരിക്കും. ക്ലിയർ ആണല്ലോ. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. കാർബണിന്റെ വാലൻസി 4 ആണ്. ആ വാലൻസിയിൽ ആര് വന്നിട്ട് അറ്റാച്ച് ചെയ്യും? നമ്മുടെ ഹൈഡ്രജനുകൾ വന്നിട്ട് അറ്റാച്ച് ചെയ്യും. ഇതിനാണ് ഹൈഡ്രോ കാർബണുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ കൂടെ വേറൊരു കാര്യം കൂടി നമുക്ക് പഠിക്കാം. നമ്മൾ പറഞ്ഞു 3 തരത്തിലുള്ള ബോണ്ടുകൾ പറഞ്ഞു. സിംഗിൾ ബോണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഒരു കാർബണിന് ചുറ്റും ഉള്ളതെല്ലാം തന്നെ സിംഗിൾ ബോണ്ട് ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയും സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ. അത്തരത്തിലുള്ള ഹൈഡ്രോ കാർബണുകളെ പറയുന്ന പേരാണ് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ. അപ്പോൾ മലയാളംകാരെന്താ അതിനെ പറയാ? സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ പൂരിത ഹൈഡ്രോ കാർബൺ. എന്ന് പറയാം. ഓക്കെ, അതേപോലെ തന്നെ ഒരു കാർബണിന് ചുറ്റും ഒന്നുകിൽ ദ്വിബന്ധനമോ അല്ലെങ്കിൽ ത്രിബന്ധനമോ ഉണ്ടെന്നുണ്ടെങ്കിൽ
അതായത് ഒറ്റ സിംഗിൾ ബോണ്ട് മാത്രമാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? പൂരിതം എന്ന് പറയാൻ പറ്റും. അഥവാ ഡബിൾ ബോണ്ടോ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടോ ആണെന്നുണ്ടെങ്കിൽ, ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്നതാണ് അൺസാച്ചുറേറ്റഡ് എന്ന് പറയും. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്. അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയാ, നമ്മൾ ഇതിനെ പൂരിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെന്ത് നമ്മൾ പറയും? ഇതിനെ പറയുന്ന പേരാണ് അപൂരിത ഹൈഡ്രോകാർബണുകൾ. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ പഠിച്ചു. ഇതെല്ലാം തന്നെ നമ്മൾ ഇനി ഫർദർ കാണിക്കുന്ന സ്ലൈഡുകളിലോട്ട് ആവശ്യമുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് പേരാണ് ആദ്യം പറയാം. എങ്ങനെയാണ് നമ്മുടെ ഹൈഡ്രോ കാർബണുകൾക്ക് എങ്ങനെയാണ് പേര് കൊടുക്കുന്നത്? ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് നോക്കേണ്ടത് ഒരു ഹൈഡ്രോ കാർബണിൽ എത്ര കാർബൺ ഉണ്ട്? കാർബണിന്റെ എണ്ണമാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഓക്കെ, എണ്ണമാണ് നോക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി പഠിക്കണം. ഇത് 9th നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതിനൊരു റിവിഷൻ ആയിട്ട് വിചാരിച്ചാൽ മതി. ഓക്കെ, ഒരു ഹൈഡ്രോ കാർബണിൽ ഒരൊറ്റ കാർബൺ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിന് പറയുന്നതാണ് മെത്ത്. ഓക്കെ, നമ്മൾ മലയാളത്തിൽ മീത് എന്നൊക്കെ പറയും കേട്ടോ. ഓക്കെ, ഈത് പ്രൊപ്പ് എന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. ഓക്കെ, ഇനി അവിടെ 2 കാർബൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പറയുന്നതാണ് ഈത്, 3 കാർബൺ ആണെങ്കിൽ പ്രൊപ്പ്, 4 ആണെങ്കിൽ ബ്യൂട്ട്, 5 ആണെങ്കിൽ പെന്റ്, 6 ആണെങ്കിൽ ഹെക്സ്, 7 കാർബൺ ഉണ്ടെങ്കിൽ ഹെപ്റ്റ്, 8 കാർബൺ ഉണ്ടെങ്കിൽ ഒക്റ്റ്, 9 കാർബൺ ഉണ്ടെങ്കിൽ നൊണ്ണ്, 10 കാർബൺ ഉണ്ടെങ്കിൽ അതിനെ ഡെക്ക് എന്ന് പറയും. ഈ ടേബിൾ നിങ്ങൾ പഠിച്ചു വെക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമ്മൾ പേരുകൾ എങ്ങനെ കൊടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത് ആൽക്കൈൻ ആണ്. അപ്പൊ എന്താ ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ എന്തുട്ടാ? ആൽക്കൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് സിംഗിൾ ബോണ്ടുകളാണ് കേട്ടോ. ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ടാണ്. ഓക്കെ, സിംഗിൾ ബോണ്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അതിനെ പറയുന്നതാണ് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, മലയാളത്തിൽ പറയുന്നതാണ് പൂരിത ഹൈഡ്രോ കാർബണുകൾ എന്ന് പറയും. അപ്പൊ നമ്മൾ ഇതിൽ 4 കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഇതിന്റെ സ്ട്രക്ചർ പഠിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഇതിന്റെ അലൈൻമെന്റ് വരുന്നത്, എങ്ങനെയാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്ന് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ സ്ട്രക്ചറിന്റെ ഫോർമുല പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മോളിക്കുലാർ ഫോർമുല പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ IUPAC നെയിം അല്ലെങ്കിൽ IUPAC നെയിം എന്ന് പറയുന്ന ആ ഒരു ഭാഗം കൂടി നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ എൻ്റെ കൂടെ തന്നെ നിങ്ങൾക്കും പറഞ്ഞ് ശീലിക്കാം, അല്ലെങ്കിൽ പറഞ്ഞ് പോകാം. ഓക്കെ, സോ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സ്ട്രക്ചർ നമ്മൾ വരയ്ക്കണം, സ്ട്രക്ചറൽ ഫോർമുല നമ്മൾ എഴുതണം, മോളിക്കുലാർ ഫോർമുല നമ്മൾ എഴുതണം, IUPAC നെയിം നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് എവിടെ യൂസ് ചെയ്യാന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ പാചകവാതകമാണ്, നാച്ചുറൽ ഗ്യാസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ പഠിച്ചു, ഇപ്പോൾ തൊട്ട് മുന്നേ പഠിച്ചു, ഒരു കാർബൺ ആണെങ്കിൽ അതിന്റെ പേര് മെത്ത്, 2 കാർബൺ ആണെങ്കിൽ എത്ത്. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന ഇവിടെ ഇതാണ്, ഒരു കാർബൺ ഉള്ള സ്ട്രക്ചറാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഒരൊറ്റ കാർബൺ മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചോ, ഒരൊറ്റ കാർബൺ. ഓക്കെ, ഒരൊറ്റ കാർബൺ മാത്രമാണെന്നുണ്ടെങ്കിൽ അതിന് ചുറ്റും ആര് വരണം? അതിന് ചുറ്റും നമ്മുടെ ഹൈഡ്രജൻ വരണം. ഹൈഡ്രജൻ. ഈ 4 സൈഡിലും ഹൈഡ്രജൻ വന്നു. ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ. ഓക്കെ, സ്ട്രക്ചർ വരച്ചല്ലോ. അപ്പൊ ഒന്ന് പറയാലോ നമുക്ക് ഇതിന്റെ സ്ട്രക്ചറൽ ഫോർമുല പറയുന്ന സമയത്ത് നമുക്ക് പറയാം, കാർബൺ ഉണ്ട്, ആ 4 സൈഡിലും എന്തുണ്ട്? ഹൈഡ്രജനുകൾ ഉണ്ട്. സോ സി ഉണ്ട്, CH4. ഇതിന്റെ മോളിക്കുലാർ ഫോർമുലയും സെയിം തന്നെയാണ്. എന്താണ്? CH4 ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ, ഇതിൽ എത്ര കാർബൺ ഉണ്ടെന്ന് പറഞ്ഞേ. ഇതിൽ എത്ര കാർബൺ ഉണ്ട്? നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. C 1 എണ്ണം ഉണ്ട്, H 4 എണ്ണം ഉണ്ട്. സോ C എന്ന് പറയുന്നത് കാർബൺ അല്ലേ? ഒരൊറ്റ കാർബൺ ആണെങ്കിൽ അതിന്റെ പേരെന്താണെന്ന് നമ്മൾ പറഞ്ഞേ? ഒറ്റ കാർബൺ ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് മെത്ത്. ഓക്കെ, എന്ത് ബോണ്ടാണ് എടുക്കുന്നത്? എത്ര ഒറ്റ ഇതാണല്ലോ നമ്മൾ ഇതിന് പറഞ്ഞു. ഇതിനെ സിംഗിൾ ബോണ്ട് എന്ന് പറയാം. ഇങ്ങനെ ഉണ്ടെങ്കിൽ ഡബിൾ ബോണ്ടാണ്, ഇങ്ങനെ ഉണ്ടെങ്കിൽ ട്രിപ്പിൾ ബോണ്ടാണെന്ന് പറഞ്ഞു. ഇവിടെ അപ്പൊ എന്ത് ബോണ്ട് മാത്രമേ ഉള്ളൂ? സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. സിംഗിൾ ബോണ്ട് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പേരെന്താ നമ്മൾ പറഞ്ഞേ? എയിൻ എന്നാണ് പറയാ കേട്ടോ. എയിൻ. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അതിന് പറയുന്നതാണ് എയിൻ. സോ ഇതിന്റെ പേരാണ് മീതെയിൻ ആണ് നമ്മുടെ നാച്ചുറൽ ഗ്യാസ് ആയിട്ട്, പാചകവാതകമായിട്ട് ഉപയോഗിക്കുന്നത് മീതെയിൻ ആണ്. അതായത് നമ്മുടെ ചാണകത്തിൽ നിന്നൊക്കെ ബയോഗ്യാസ് ഒക്കെ ഉണ്ടാക്കില്ലേ, ബയോഗ്യാസ് ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ് കേട്ടോ. ബയോഗ്യാസ് എക്സാമ്പിൾ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. നമ്മളുടെ ഒറ്റ കാർബൺ ആണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എത്ര കാർബൺ? ഒരു കാർബൺ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 2 കാർബൺ ഉള്ളത്. അപ്പൊ അതിന്റെ സ്ട്രക്ചർ നമുക്ക് ആദ്യം വരയ്ക്കാം. 2 കാർബൺ ഉള്ളതിന്റെ സ്ട്രക്ചർ. അപ്പൊ ആദ്യം നമ്മൾ വരയ്ക്കേണ്ടത് എന്താ? 2 കാർബൺ വരയ്ക്കുക. കാർബൺ, സിംഗിൾ ബോണ്ട്, കാർബൺ വരച്ചു.
ഇനി ബാക്കി കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഒരു കാർബണിന് ചുറ്റും 4 വരകൾ ഉണ്ടായിരിക്കണം. ഈ കാർബണിന് ചുറ്റും ഇവിടെ എത്ര വരയുണ്ട് ഇപ്പോൾ ഓൾറെഡി? ഈ കാർബണിന് ചുറ്റും ഒരു വരയുണ്ട്. സോ 2, 3, 4 4 വരകൾ വരച്ചു. ഇനി ഈ കാർബൺ നോക്കിക്കേ, ഈ കാർബണിന് ചുറ്റും എത്ര വരകൾ ഉണ്ട് ഇപ്പോൾ? 1 ഉണ്ട്, 2, 3, 4. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇവിടെയൊക്കെ നമുക്ക് ആറിനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെയൊക്കെ നമുക്ക് ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഹൈഡ്രജൻ, 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 എല്ലാ സ്ഥലത്തും ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. അപ്പൊ ഇതിന്റെ സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇതൊരു 2 പീസായിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇതൊരു പീസ്, ഇതൊരു പീസ്. ഓക്കെ, ഇത് വേറൊരു പീസ്. അതിൻ്റെ ഇടയിൽ ഒരു എന്തുകൊണ്ട്? ഒരു സിംഗിൾ ബോണ്ടും ഉണ്ട്. അപ്പൊ ഓരോ പീസുകൾക്കായിട്ട് നമുക്ക് പേര് കൊടുക്കാം. ഒന്നാമത്തെ പീസിന്റെ പേര് നോക്കിക്കേ, സി ഉണ്ട്. എത്ര എച്ച് ഉണ്ട്? 3 എച്ച് ഉണ്ട്. സോ നമുക്ക് പറയാം സി ഉണ്ട്, എച്ച് എത്ര എണ്ണമാണ്? 3 എണ്ണം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താ കൊടുത്തിട്ടുള്ള? ഒരു സിംഗിൾ ബോണ്ട് ഉണ്ട്. ഇവിടെ അതുപോലെ തന്നെ സി ഉണ്ട്, 1, 2, 3, CH3. ക്ലിയർ? CH3, CH3. ഇതാണ് ഇതിന്റെ സ്ട്രക്ചറൽ ഫോർമുല. സ്ട്രക്ചറൽ ഫോർമുല എങ്ങനെ എഴുതാൻ പറ്റുന്നത്? നമ്മൾ സ്ട്രക്ചർ നോക്കുക, എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് പാർട്ടീഷൻ ചെയ്തിട്ട് ഒന്ന് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം സെഗ്മെന്റുകളായിട്ടൊന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സ്ട്രക്ചറൽ ഫോർമുല, ഘടന സമവാക്യം കിട്ടും. മോളിക്കുലർ ഫോർമുല. മോളിക്കുലർ ഫോർമുല സിമ്പിൾ ആണ്. മോളിക്കുലർ ഫോർമുല എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ ഉണ്ട്. സോ C2, 2 ആയതുകൊണ്ട് C2. എച്ച് എത്ര ഉണ്ട്? 1, 2, 3, 4, 5, 6 എണ്ണം ഉണ്ട്. സോ C2H6. ഇനി IUPAC നെയിം ചോദിച്ചിട്ടുണ്ട്. IUPAC അല്ലെങ്കിൽ IUPAC നെയിം എന്ന് പറയുന്നത് നമ്മൾ പറയും എത്ര കാർബണാ? 2 കാർബൺ. മെത്ത്, എത്ത് നമ്മൾ പഠിച്ചു, എത്ത്, ETH. ഇതിന് ചുറ്റുമുള്ളതെല്ലാം തന്നെ സിംഗിൾ ബോണ്ട് ആണല്ലോ. അപ്പൊ നമ്മൾ എന്താ പറയാ? എയിൻ എന്ന് പറയും. പേരെന്താണ്? ഈതെയിൻ എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ ഇവിടെ യൂസ് ചെയ്യാന്നുള്ളതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്യാസുകളിലാണ് കൂടുതലായിട്ട് ഈ പറയുന്ന ആൽക്കൈനുകളൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് എത്ര എണ്ണുള്ളതാണ് നമ്മൾ വരയ്ക്കണ്ടേ? ഒന്ന് പറഞ്ഞേ, എത്ര എണ്ണതാ വരയ്ക്കേണ്ടത്? 3 എണ്ണുള്ളത് വരയ്ക്കണം. 3 കാർബണുകൾ ഉള്ളത് വരയ്ക്കണം. ഓക്കെ, 3 കാർബൺ. അപ്പൊ സിമ്പിൾ ആയിട്ട് വരയ്ക്കാം. കാർബൺ, കാർബൺ, കാർബൺ. കാർബണുകൾക്കിടയിലായിട്ട് സിംഗിൾ ബോണ്ട് ഉണ്ട്. അത് വരച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി ഈ കാർബണിന് ചുറ്റും 4 വരകൾ വേണമെന്ന് പറഞ്ഞു. ഈ കാർബണിന് ചുറ്റും ഇവിടെ 1, 2 ഉണ്ട്. സോ 3, 4. ഇവിടെ ഒരെണ്ണോടൊക്കെ എടുക്കുന്നുണ്ട്. 2, 3, 4. കിട്ടിയല്ലോ. എല്ലാ സ്ഥലത്തും എന്ത് അറ്റാച്ച് ചെയ്യണം? ഹൈഡ്രജന് അറ്റാച്ച് ചെയ്യണം. സോ ഹൈഡ്രജൻ, 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 ഹൈഡ്രജൻ. ഇവിടെ എല്ലായിടത്തും ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്തു. സോ സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറയുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 പീസ് ആക്കാലോ. ഒന്നാമത്തെ പീസ്, രണ്ടാമത്തെ പീസ്, മൂന്നാമത്തെ പീസ്. ഓരോ കാർബണിന്റെയും പീസുകളാക്കി എടുക്കുന്ന സമയത്ത് യു ഗോട്ട് 3 പീസസ്. 3 പീസുകൾ കിട്ടി. ഓക്കെ, അപ്പോൾ 3 പീസുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും സ്ട്രക്ചറൽ ഫോർമുല CH3 അല്ലെ? CH3 ഒരു പീസ്. ഇവിടെയോ സിംഗിൾ ബോണ്ട് CH2, CH2, H 2 എണ്ണം. ഓക്കെ, CH3 ഉണ്ടോ? CH3 സ്ട്രക്ചറൽ ഫോർമുല ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി മോളിക്കുലർ ഫോർമുല പറയാനായിട്ട് എത്ര കാർബൺ ഉണ്ട് നോക്കിക്കേ. 3 കാർബൺ ഉണ്ട്. C3. ഹൈഡ്രജൻ എത്രയുണ്ട് ടോട്ടൽ? 1, 2, 3, 4, 5, 6, 7, 8. സോ H8. IUPAC നെയിം എന്താ? കാർബണിന്റെ എണ്ണം എത്രയാണ്? 3 ആണ്. മെത്ത്, എത്ത്, പ്രൊപ്പ്. സോ പ്രൊപ്പ്. സിംഗിൾ ബോണ്ട് ആണല്ലോ. ഇതിന് ചുറ്റും വരുന്നതെല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ഇതിന്റെ പേരാണ് പ്രൊപ്പൈൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. സിമ്പിൾ ആണ്. ഓക്കെ, അടുത്തത് ഇനി നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ. ഇനി എന്താ ചെയ്യണ്ടേ? 4 എണ്ണം അല്ലേ? സോ 4 എണ്ണം. 4 കാർബൺ വരയ്ക്കുക. കാർബണിന്റെ ഇടയിൽ സിംഗിൾ ബോണ്ടുകൾ 1, 2, 3, 4. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഓരോ കാർബണിന് ചുറ്റും 4 വരകൾ വേണം. ഇവിടെ ഒരു വരയുണ്ട്, 2, 3, 4. ഇവിടെ 1, 2 വരയുണ്ട്. ഓക്കെ, ഇനി ഇവിടെ 1, 2 വരകളുണ്ട്, 1, 2. ഓക്കെ, ഇവിടെ 1 ഒരു വരയേ ഉള്ളൂ, 1, 2, 3, 4. ഇവിടെ എല്ലാത്തിനും എന്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം? ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. എല്ലായിടത്തും ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. എത്ര പീസുകളാക്കാൻ പറ്റും? ഈ പീസ്. ഓക്കെ, എന്താ അതിന്റെ പേര്? CH3. ഈ പീസ്. എത്ര കാർബൺ? 1 കാർബൺ, 2 ഹൈഡ്രജൻ. സോ CH2. ഇവിടെയും CH2. നിങ്ങൾ പറഞ്ഞിട്ട് എഴുതാം. CH3. ഞാൻ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. സോ നിങ്ങൾ കൂടെ ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇനി മോളിക്കുലർ ഫോർമുല എഴുതാം. 1, 2, 3, 4. 4 എണ്ണം ഉണ്ട്. സോ C4. H എത്ര ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. C4H10.
ക്ലിയർ? IUPAC നെയിം എത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ ഉണ്ട്. സോ മെത്ത് എത്ത് പ്രൊപ്പർ ബ്യൂട്ട്. സിംഗിൾ ബോണ്ട് ആണല്ലോ, സിംഗിൾ ബോണ്ട് ആണെങ്കിൽ എയിൻ ബ്യൂട്ടൈൻ. ക്ലിയർ? ലൈറ്റർ ഇല്ലേ, ലൈറ്റർ, അതിന്റെ ഗ്യാസൊക്കെ, ആ ഗ്യാസൊക്കെ ശരിക്കും ബ്യൂട്ടൈൻ ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പാചകവാതകം, വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്യാസിലൊക്കെ ബ്യൂട്ടൈനുകൾ ഉണ്ട്. ഓക്കെ, ബ്യൂട്ടൈനുകളല്ല, ബ്യൂട്ടൈൻ ഉണ്ട്. ഓക്കെ, അപ്പൊ നോക്കിയേ അടുത്ത സ്ട്രക്ചർ. ഇപ്പൊ 4 എണ്ണത്തിന് നമ്മൾ വരച്ചു. ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്ന 5ാമത്തതാണ്. 5 കാർബൺ, കാർബൺ 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 കാർബൺ, 5 കാർബൺ. നമ്മൾ പറഞ്ഞു കാർബൺ ചുറ്റും 4 വരകൾ വേണം. ഒരു വരയുണ്ട്, 2, 3, 4. ഇവിടെ 1, 2 വരകളുണ്ട്, 4. ഓക്കെ, ഇങ്ങനെ വരകൾ കൊടുക്കുക. എല്ലാ സ്ഥലത്തും എന്തിനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക? ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. ഓക്കെ, സോ സ്ട്രക്ചറൽ ഫോർമുല CH3 CH2 CH2 നോക്കിയ CH3 CH2 CH2 വീണ്ടും CH2 പിന്നെ CH3. ക്ലിയർ അല്ലേ? CH3 CH2 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 CH3. ഓക്കെ, അപ്പോൾ ഇതിന്റെ മോളിക്കുലർ ഫോർമുല എന്താ? 1 2 3 4 5. 5 കാർബൺ ഉണ്ട്, C5. H എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12. H 12 ഉണ്ട്. നമ്മൾക്ക് ഒരു കാര്യം കൂടി നമുക്ക് ഇതിന് മനസ്സിലായി. C 5 എണ്ണാണെന്നുണ്ടെങ്കിൽ ഹൈഡ്രജൻ 12 എണ്ണം ഉണ്ട്. അതായത് 5ന്റെ ഇരട്ടി 10, അതിന്റെ കൂടെ 2 കൂടി കൂട്ടുക. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് ബാക്ക് നോക്കിക്കേ. ഇവിടെ 4 എണ്ണായിരുന്നു, 4ന്റെ ഇരട്ടി 8, 8ന്റെ കൂടെ 2 കൂടി കൂട്ടിയപ്പോൾ 10. ഓക്കെ, ഇവിടെ നോക്കിക്കേ. C 3 എണ്ണായിരുന്നു, 3ന്റെ ഇരട്ടി 6, 6ന്റെ കൂടെ 2 കൂടി കൂട്ടിയപ്പോൾ 8. സോ നമുക്ക് ജനറൽ ഫോർമുല കൂടി നമുക്ക് അങ്ങനെ എഴുതിയെടുക്കാൻ പറ്റും. സോ ജനറൽ ആൽക്കൈന്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് CN ആണെന്നുണ്ടെങ്കിൽ H എത്ര ഉണ്ടായിരിക്കും? H അതിന്റെ ഇരട്ടിയുടെ കൂടെ 2 കൂടി കൂട്ടിയാൽ എത്രയാണോ അത്രയും ഉണ്ടാവും. ഓക്കെ, അത് ഞാൻ പറയാം, പിന്നീട് പറയാം. ഓക്കെ, സോ നമുക്ക് അടുത്ത സ്ട്രക്ചർ 5 എണ്ണം നമ്മൾ എഴുതി. 6ാമത്തത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും, നിങ്ങൾ വേഗം ചെയ്യാം. 1 2 3 4 5 6. ഇനി എന്ത് ചെയ്യണം? ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്യാം. ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്തു, എല്ലാ സ്ഥലത്തും ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്തു. ഓക്കെ, ഇനി ഞാനിവിടെ ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്യുന്നില്ല, നിങ്ങൾക്കറിയാം. സോ നമുക്ക് ഇനി എഴുതാം CH3 ഇത് കേട്ടാ, CH2 ഇത്, അഗൈൻ CH2 ഇത്, അടുത്തത് CH2 CH2 CH3 CH3 CH2 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 CH3. ഓക്കെ, എന്താണ് മോളിക്കുലർ ഫോർമുല? ടോട്ടൽ എത്രയുണ്ട്? 1 2 3 4 5 6 എണ്ണം ഉണ്ട്. സോ C6 H എത്ര എണ്ണം ഉണ്ടാവും? നമുക്ക് എണ്ണാതെ തന്നെ അറിയാം. 6ന്റെ ഇരട്ടി 12, 12 കൂടെ 2 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 14. വേണമെങ്കിൽ ഒന്ന് എണ്ണി നോക്കിക്കോ. 1 2 3 4 5 6 7 8 9 10 11 12 13 14. ക്ലിയർ ആണല്ലോ? IUPAC നെയിം മെത്ത് എത്ത് പ്രൊപ്പർ ബ്യൂട്ട് പെന്റ് ഹെക്സ്. ഇവിടെ നമ്മൾ എഴുതിയില്ലേ പെന്റിന്റെ? പെന്റിന്റെ ഇവിടെ എഴുതിയിട്ടില്ല അല്ലെ? ഓക്കെ, പെന്റൈൻ. 5 എണ്ണത്തിന്റെ പെന്റൈൻ എഴുതി. അതുപോലെ തന്നെ 6 എണ്ണത്തിനാണെങ്കിൽ എന്താ പറയേണ്ടത്? ഹെക്സൈൻ. ഹെക്സൈൻ. ക്ലിയർ? ഹെക്സൈൻ എഴുതി. ഓക്കെ, ഇനി അടുത്തത് 6 എണ്ണം വരെ എഴുതി. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് 7ാമത്തതാണ് എഴുതാൻ പോകുന്നത്. ഏഴാമത്തെ ഹൈഡ്രോ കാർബണിന്റെ പേരാണ് കേട്ടോ. സോ 7 കാർബൺ 1 2 3 4 5 6 7. എല്ലാ സ്ഥലത്തും ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്യണം. 1 2 3 1 2 1 2 1 2 1 2 1 2 1 2 3. ക്ലിയർ? ഓക്കെ, സോ സ്ട്രക്ചറൽ ഫോർമുല ടോട്ടൽ എത്രയുണ്ട്? CH3 ഇവിടുന്ന് എഴുതാം. CH3 CH2 again CH2 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 CH3. ഓക്കെ അല്ലേ? CH3 CH2 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 CH3. ഓക്കെ, എത്ര മോളിക്കുലർ ഫോർമുല എത്രയാണ്? 1 2 3 4 5 6 7. 7 കാർബൺ. സോ C7 7 കാർബൺ. ഹൈഡ്രജൻ എത്രയാണ് ഉണ്ടാവും? നമ്മൾ പറഞ്ഞു 7ന്റെ ഇരട്ടിയാണ് 14. 14ന്റെ കൂടെ 2 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 16 കിട്ടും. ഓക്കെ, വേണമെങ്കിൽ എണ്ണി നോക്കിക്കോ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. ഓക്കെ, IUPAC നെയിം എന്താണ്? മെത്ത് എത്ത് പ്രൊപ്പർ ബ്യൂട്ട് പെന്റ് ഹെക്സ് ഹെപ്റ്റ്. ഓക്കെ, എന്റെ പേര് പറയാ, ഹെപ്റ്റ്. ഹെപ്റ്റ് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ഹെപ്റ്റൈൻ. ക്ലിയർ ആണല്ലോ? സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ഹെപ്റ്റൈൻ. ഓക്കെ, ക്ലിയർ. അടുത്തത്
നമുക്കിനി 8 എണ്ണമാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, സോ നിങ്ങൾ വരച്ച് നോക്കണം കേട്ടോ. നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യാം. 1 2 3 4 5 6 7 and 8 കാർബണുകളാണ്. എല്ലാ കാർബണുകളും വരച്ചു. അതിനുശേഷം എല്ലാത്തിലും എന്തിനു അറ്റാച്ച് ചെയ്ത് കൊടുക്കുക? ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എത്രത്തോളം ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്ക് സ്പീഡ് ഉണ്ടാവും. സോ കുറച്ചും കൂടി ഈസി ആയിട്ട് എക്സാമിനൊക്കെ നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ നമുക്ക് ഇവിടെ എഴുതാം CH3 ഇവിടെ കേട്ടോ, ദെൻ CH2 ഇതിൻ്റെത്, അഗെയിൻ CH2 ഇതിൻ്റെത്, ദെൻ CH2 എത്ര എണ്ണം നോക്കിക്കേ, ഇതിൻ്റെത് എഴുതി. ഓക്കെ, ഞാൻ ഇവിടെ ജസ്റ്റ് ക്രോസ് ചെയ്യാം. ഇതിൻ്റെതാണ് ഈ കിടക്കുന്നത്, ഇതിൻ്റെതാണ് ഈ കിടക്കുന്നത്, ഇതിൻ്റെതാണ് ഈ കിടക്കുന്നത്, ഇതിൻ്റെതാണ് ഈ കിടക്കുന്നത്, ഇതിൻ്റെത്, ഇത്, ഇതിൻ്റെത്, ഇത്, ഇതിൻ്റെത് എഴുതണം. സോ അഗെയിൻ CH2 then ലാസ്റ്റ് CH3. മനസ്സിലായല്ലോ? ഇത് ലോങ് ചെയിനായി പോകും. ഓക്കെ, സോ അങ്ങനെ പോകും. ഓക്കെ, മോളിക്കുലർ ഫോർമുല ടോട്ടൽ എത്രയാണ്? 1 2 3 4 5 6 7 8 8 കാർബൺ അല്ലേ? സോ C8 H എത്ര ഉണ്ടാവും? 8ന്റെ ഇരട്ടി 16 ആണ്. 16ന്റെ കൂടെ 2 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 18 ആണ്. IUPAC നെയിം എന്താണ്? മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് പെൻഡ് ഹെക്സ് ഹെപ്റ്റ് ഒക്ട്. ഓക്കെ, സോ ഒക്ടൈൻ, OCTANE, ഒക്ടൈൻ. മനസ്സിലായല്ലോ? ഇനി നോൺ എയിൻ, ഡെക് എയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അഗെയിൻ അത് നിങ്ങൾ ചുമ്മാ ഒന്ന് വരച്ച് നോക്കിക്കോളൂ. ഡെക്കെയിൻ. അപ്പോൾ ഡെക്കെയിൻ എവിടെ യൂസ് ചെയ്യുന്നത്? നമ്മുടെ വിമാനങ്ങളിൽ, എയർക്രാഫ്റ്റുകളിലൊക്കെ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ ഡെക്കെയിൻ ആണ് കേട്ടോ. ക്ലിയർ അല്ലേ? സോ നമ്മൾ ആൽക്കൈനുകളാണ് പറഞ്ഞത്. സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണുകളായിട്ടുള്ള സിംഗിൾ ബോണ്ട് ഉള്ള ആൽക്കൈനുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഡബിൾ ബോണ്ട് ഉള്ള ആൽക്കീനുകളെ കുറിച്ചിട്ടാണ്. ഡബിൾ ബോണ്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു വരയല്ലേ വരച്ചേ, അതിന് പകരം 2 വര വരച്ചു കഴിഞ്ഞാൽ അതിന് പറയുന്നതാണ് ആൽക്കീൻ. ഒരു വര സിംഗിൾ ബോണ്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പറയാം സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണുകൾ എന്ന് പറയാൻ പറ്റും. പക്ഷെ 2 വരയാണെന്നുണ്ടെങ്കിൽ അതിന് പറയുന്നതാണ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണുകൾ, അല്ലെങ്കിൽ മലയാളത്തിൽ പറയുമ്പോൾ എന്ത് പറയാം? അപൂരിത ഹൈഡ്രോ കാർബണുകൾ, അപൂരിത ഹൈഡ്രോ കാർബണുകൾ എന്ന് പറയാൻ പറ്റും. അപ്പൊ അതിന്റെ സ്ട്രക്ചർ പഠിക്കുന്നുണ്ട്, സ്ട്രക്ചർ ഫോർമുല പഠിക്കുന്നുണ്ട്, മോളിക്കുലർ ഫോർമുല പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ IUPAC നെയിം പഠിക്കുന്നുണ്ട്. സിമ്പിൾ ആണ്. ഓക്കെ, സോ നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് സ്ട്രക്ചർ വരയ്ക്കാം. സ്ട്രക്ചർ എങ്ങനെയാ വരയ്ക്കേണ്ടത്? ആദ്യം ഒരു കാർബൺ, ഒറ്റ കാർബൺ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആൽക്കീൻ ഉണ്ടാക്കാൻ പറ്റില്ല. ആൽക്കീൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 2 കാർബണെങ്കിലും വേണം. അപ്പോൾ 2 കാർബണുകൾക്കിടയിലായിട്ട് എന്ത് വേണം? ഡബിൾ ബോണ്ട് വേണം. ഓക്കെ, സോ കാർബണുകൾക്കിടയിലായിട്ട് ഡബിൾ ബോണ്ട്. ഞാൻ പറഞ്ഞിരുന്നു കാർബണിന് ചുറ്റും 4 വരകൾ വേണം. ഇവിടെ ഈ കാർബണിന് ചുറ്റുമായിട്ട് 2 വരകൾ ഓൾറെഡി ഉണ്ട്, 2 വരകൾ കൂടി ആവശ്യമുണ്ട്. ഇവിടെ അതുപോലെ തന്നെ 2 വരയുണ്ട്, 2 വരകൾ കൂടി ആവശ്യമുണ്ട്. അവിടെ നമുക്ക് ആരിനെ കൊടുക്കാം? ഹൈഡ്രജനെ കൊടുക്കാം. സ്ട്രക്ചറൽ ഫോർമുല നമുക്ക് ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 പീസാക്കി എടുക്കാം. ഇതൊരു പീസ്, ഇത് വേറൊരു പീസ്. ഓക്കെ, ഒരു പീസ് 2 പീസായിട്ട് എടുത്തു. ഓക്കെ, സോ ഒന്നാമത്തെ പീസിനെ എന്ത് പറയാം? നമുക്ക് ഒന്നാമത്തെ പീസിനെ നമുക്ക് പറയാം ഇറ്റ് ഈസ് CH2. അതിനുശേഷം അവിടെ എന്താ ഉള്ളത്? ബോണ്ട് CH2 ഡബിൾ ബോണ്ട് CH2 ഡബിൾ ബോണ്ട് CH2. മോളിക്കുലാർ ഫോർമുല എന്താണ്? എത്ര കാർബണുകൾ ഉണ്ട് ഇവിടെ? 2 കാർബണുകൾ ഉണ്ട്. C2. H എത്ര ഉണ്ട്? 1 2 3 4. H 4. അപ്പോൾ C എത്രയാണോ അതിന്റെ ഇരട്ടിയായിരിക്കും H. സിമ്പിൾ. ഓക്കെ, IUPAC നെയിം എന്താണ്? മെത്ത് എത്ത്. 2 കാർബൺ അല്ലേ? സോ എത്ത്. ഡബിൾ ബോണ്ട് ആണല്ലോ. ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഈൻ എന്നാണ് പറയേണ്ടത് കേട്ടോ. ENE. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പൊ രണ്ടാമത്തെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 3 എണ്ണം ഉള്ളത്. ഓക്കെ, 3 എണ്ണം. ഇത് എന്തിലൊക്കെ ഉപയോഗിക്കുന്ന ഇവിടെ കാണിച്ചിട്ടുണ്ട്, പിക്ചർ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊന്ന് ഗസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് കേട്ടോ. പ്ലാസ്റ്റിക്കുകൾ, PVC അതിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഓക്കെ, നമ്മൾ ആദ്യത്തിൽ പറഞ്ഞു ഗ്യാസും കാര്യത്തിലൊക്കെ ആയിരുന്നു നമ്മുടെ ആൽക്കൈനുകൾ ഉപയോഗിച്ചിരുന്നത്. ഇത് ആൽക്കീനുകളാണ്, പ്ലാസ്റ്റിക്കിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഇനി നമ്മൾ 3 എണ്ണത്തിന്റെ കാർബൺ, ഡബിൾ ബോണ്ട്, കാർബൺ, സിംഗിൾ ബോണ്ട്, കാർബൺ. ഒരൊറ്റ ഡബിൾ ബോണ്ടേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ വിചാരിക്കരുത് ഇവിടെയും ഡബിൾ ബോണ്ട് ഇവിടെയും ഡബിൾ ബോണ്ട് അല്ലേ വെക്കേണ്ടത് എന്ന് വിചാരിക്കരുത്. ഡബിൾ ബോണ്ട് ബിറ്റ്വീൻ 2 കാർബണുകൾക്കിടയിൽ മാത്രം ഒരു ഡബിൾ ബോണ്ട് വെക്കുക. സോ ഇവിടെ 2 എണ്ണം ഉണ്ട്, 3 4. ഇവിടെ എത്ര ഉണ്ട് നോക്കിക്കുക. ഈ കാർബണിന് ചുറ്റും എത്ര എണ്ണം ഉണ്ട്? 1 2 3 എണ്ണം ഉണ്ട്. അപ്പൊ ഇനി എത്ര കൂടി ആവശ്യമുണ്ട്? ഒരെണ്ണം കൂടി ആവശ്യമുള്ളൂ. ഓക്കെ, ഇവിടെ നമുക്ക് ഒരെണ്ണം ഉണ്ട്, 2 3 4. ഓക്കെ, ക്ലിയർ? 4 എണ്ണം കൊടുത്തു. ഓക്കെ, ഇനി സ്ട്രക്ചറൽ ഫോർമുല നമുക്ക് അറിയാം. ഇവിടെ ഹൈഡ്രജൻ കൊടുക്കാം കേട്ടോ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട. H H H H പേര് കൊടുക്കാം. സ്ട്രക്ചറൽ ഫോർമുല CH2 ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3.
മനസ്സിലായോ? നോക്കിക്കേ, CH2 CH3. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി മോളിക്കുലർ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ എത്ര കാർബണുകൾ ഉണ്ട് ഇവിടെ? 3 കാർബണുകൾ ഉണ്ട്. ഹൈഡ്രജൻ എത്രയുണ്ടാവും? എണ്ണേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ എനിക്ക് 1 2 3 4 5 6. ഹൈഡ്രജൻ അതിന്റെ നേരെ ഇരട്ടി ഉണ്ടാവും. ഓക്കെ. എത്ര കാർബണുകളാണ് പറഞ്ഞു? മെത്ത്, എത്ത്, പ്രൊപ്പ്. അപ്പൊ എന്ത് പേര് ഇതിന്റെ? പ്രൊപ്പീൻ എന്നാണ് പേര് കേട്ടോ. പ്രൊപ്പീൻ. ഓക്കെ. അപ്പൊ അടുത്ത് നോക്കാം. ഇവിടെ 3 എണ്ണം വരച്ചു. നമ്മൾ ഇനി വരയ്ക്കാൻ പോകുന്നത് 4 എണ്ണത്തിൻ്റെതാണ്. 4 എണ്ണം. ഓക്കെ. 4 കാർബൺ. അപ്പൊ ആദ്യത്തെ കാർബണിന്റെ ഇവിടെ നമ്മൾ ഡബിൾ ബോണ്ട് പിന്നെ സിംഗിൾ ബോണ്ട് വെച്ചിട്ട് കാർബണുകൾ വരച്ചു. ഇവിടെ ഹൈഡ്രജൻ കൊടുത്തു, ഇവിടെ ഹൈഡ്രജൻ കൊടുത്തു, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ കൊടുത്തു. ഓക്കെ. സോ സ്ട്രക്ചറൽ ഫോർമുല ദാറ്റ് ഈസ് CH2 ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH3. നോക്കിക്കേ, പീസുകൾ നോക്കിക്കേ. CH2 ഇതാണ് CH2 എന്ന് പറയുന്ന പീസ്. ഓക്കെ. പിന്നെ CH ഇതാണ് CH എന്ന് പറയുന്നത്. അടുത്തതോ CH2 കണ്ടോ, CH2. അടുത്തതോ CH3. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചറൽ ഫോർമുല വരുന്നത്. എത്ര കാർബൺ ഉണ്ട്? 1 2 3 4. 4 കാർബൺ ആണല്ലോ. സോ മോളിക്കുലർ ഫോർമുല എന്ത് പറയാൻ പറ്റും? C4 1 2 3 4 C4. H എത്രയാണ് ഉണ്ടാവും പറഞ്ഞു? H അതിന്റെ ഇരട്ടി ഉണ്ടാവും, C4H8. IUPAC നെയിം എന്താണ്? മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്. ടയറുകളൊക്കെ ഉണ്ടാക്കുന്നത് ഇത് വെച്ചിട്ടാണ് കേട്ടോ. ബ്യൂട്ട്. ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് ഈന് കേട്ടോ. സോ ബ്യൂട്ടീൻ. ക്ലിയർ? അടുത്തത് നമ്മളിപ്പോൾ 5 എണ്ണത്തിനാണ് വരയ്ക്കുന്നത്. സോ അതാണ് നമ്മുടെ ആൽക്കഹോളൊക്കെ ആയിട്ട് വരുന്നത്. ഈ സംഭവമാണ് കേട്ടോ. ആൽക്കഹോളിലൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ഒരു സംഭവമാണ്. സോ 5 എണ്ണം എന്ന് പറയുമ്പോൾ ആദ്യത്തെ കാർബണ് രണ്ടാമത്തെ കാർബൺ തമ്മിൽ ഡബിൾ ബോണ്ട്. ഇവിടെ ഹൈഡ്രജൻ കൊടുത്തു, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ കാർബൺ 1 2 3 4 5. ആദ്യം കാർബണുകൾ വരയ്ക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ. ഓക്കെ. സോ ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ. ഓക്കെ. സ്ട്രക്ചറൽ ഫോർമുല CH2 CH, അതിൻ്റെ ഇടയിൽ ഡബിൾ ബോണ്ട് കേട്ടോ. അത് ശ്രദ്ധിക്കണേ. എല്ലാ സ്ഥലത്തും നോക്കിക്കേ, ഈ ഭാഗത്ത് ഡബിൾ ബോണ്ട്. ഓക്കെ. ആദ്യം കൊടുത്തിട്ടുള്ളടത്ത് ഡബിൾ ബോണ്ട് കേട്ടോ. ക്ലിയർ? ഓക്കെ. സോ CH2 ഡബിൾ ബോണ്ട് കഴിഞ്ഞാൽ പിന്നെ വരുന്ന CH, പിന്നെ സിംഗിൾ ബോണ്ട് CH2, സിംഗിൾ ബോണ്ട് CH2, സിംഗിൾ ബോണ്ട് CH3. ഓക്കെ. പേരെന്താ? മോളിക്കുലർ ഫോർമുല 1 2 3 4 5. 5 കാർബണുകൾ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഹൈഡ്രജൻ അതിന്റെ ഇരട്ടിയായിട്ടുള്ള 10 ആയിരിക്കും. എന്താ അതിന്റെ പേര് വരുന്നത്? മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ് ആണ്. പെന്റ് ഈന്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ലെറ്റർ, ആദ്യത്തെ ലെറ്റർ എപ്പോഴും ക്യാപിറ്റൽ ആയിരിക്കണം. ഓക്കെ. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ. സോ പെന്റീന് വരച്ചു. ഓക്കെ. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്. അടുത്ത എന്താ വരിക? അടുത്ത ഹെക്സ് ആണ്. ഹെക്സീൻ. സ്ട്രക്ചർ നിങ്ങൾ വരയ്ക്കുക. ഓക്കെ. ഹെക്സീൻ പറഞ്ഞു. അടുത്ത എന്താ വരിക? ഹെപ്റ്റീൻ. സ്ട്രക്ചർ നിങ്ങൾ വരച്ചു നോക്കുക. ഹെപ്റ്റീൻ. അടുത്ത എന്ത് വരും? ഒക്ടീൻ. സ്ട്രക്ചർ നിങ്ങൾ വരയ്ക്കണം. ഒക്ടീൻ. ഓക്കെ. അടുത്തത് നോൺ ഈൻ വരും. NONENE. ഇനി അടുത്ത് എന്ത് വരും? ഡെക്ഈൻ വരും. ഇതിന്റെ സ്ട്രക്ചർ നിങ്ങൾ ഒന്ന് വരച്ചു നോക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ ഡബിൾ ബോണ്ടും ക്ലിയർ ആയി. ഓക്കെ. സോ ആൽക്കൈന് പറഞ്ഞു, ആൽക്കീന് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആൽക്കൈൻ ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു സിംഗിൾ ബോണ്ട് പറഞ്ഞു, ഡബിൾ ബോണ്ട് പറഞ്ഞു. സോ ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ എന്തുട്ടാ? ട്രിപ്പിൾ ബോണ്ട് ലൈനാണ് എന്ന് പറയുന്നത് ആൽക്കൈൻ എന്ന് പറയുന്നത്. അവിടെയും അൺസാച്ചുറേറ്റഡ് തന്നെയാണ്. ഓക്കെ. ഡബിൾ ബോണ്ട് ആണെങ്കിലും ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിലും അൺസാച്ചുറേറ്റഡ് ആണ്, അല്ലെങ്കിൽ അപൂരിത ഹൈഡ്രോ കാർബണുകളാണ്. ഓക്കെ. സോ അതിന്റെ സ്ട്രക്ചർ പഠിക്കുന്നുണ്ട്, സ്ട്രക്ചറൽ ഫോർമുല പഠിക്കുന്നുണ്ട്, മോളിക്കുലർ ഫോർമുല പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ IUPAC നെയിമും നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമുക്കൊന്ന് നോക്കാം. സ്ട്രക്ചർ എത്ര എണ്ണം വേണ്ടി വരും? നമുക്ക് ആദ്യം 1 2 3 ഇങ്ങനെയാണ് വരയ്ക്കുക. നമ്മൾ പറഞ്ഞു കാർബൺ വെച്ചിട്ട് 4 വരകൾ വേണം. ഇപ്പൊ ഓൾറെഡി 3 വരകൾ ഉണ്ട്. ഇനി എത്ര വരകൾ കൂടി മതി? ഒരു വര ഇവിടെ മതി. ഹൈഡ്രജൻ. ഒരു വര ഇവിടെ ഹൈഡ്രജൻ. എന്താ സ്ട്രക്ചറൽ ഫോർമുല? CH ട്രിപ്പിൾ ബോണ്ട് CH അല്ലെ? ഇവിടെ CH ട്രിപ്പിൾ ബോണ്ട് CH. ഓക്കെ. മോളിക്കുലർ ഫോർമുല C എത്ര എണ്ണം ഉണ്ട്? C 2 എണ്ണം ഉണ്ട്. H എത്ര എണ്ണം ഉണ്ട്? H 2 എണ്ണം ഉണ്ട്. IUPAC നെയിം മെത്ത്, എത്ത്. 2 കാർബൺ അല്ലേ? സോ എത്ത്.
പിന്നെ പറഞ്ഞു ഇത് ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് ഈതൈൻ, YNE, ഈതൈൻ എന്നാണ് പേര് വരിക, ഈതൈൻ കേട്ടോ. ഓക്കെ, അടുത്തത് 3 എണ്ണത്തിന്റെ വരയ്ക്കാം. സോ കാർബൺ, ട്രിപ്പിൾ ബോണ്ട്, കാർബൺ, സിംഗിൾ ബോണ്ട്, കാർബൺ, ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഇവിടെ ഹൈഡ്രജൻ, ഒരു ഹൈഡ്രജൻ ഇവിടെ കൊടുത്തു. ഇവിടെ ഇനി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു കാർബണിന് ചുറ്റും 4 വരകൾ വേണം. ഇവിടെ എത്ര വരകൾ ഉണ്ട് നോക്കിക്കേ. ഈ കാർബണിന് ചുറ്റും 1 2 3 4 4 വരകളുണ്ട്. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഹൈഡ്രജൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ കൊടുക്കണം. ഇവിടെ ഹൈഡ്രജൻ കൊടുത്തു, ഹൈഡ്രജൻ കൊടുത്തു, ഹൈഡ്രജൻ കൊടുത്തു. ക്ലിയർ ആണല്ലോ. സോ സ്ട്രക്ചറൽ ഫോർമുല CH, ട്രിപ്പിൾ ബോണ്ട്, C, സിംഗിൾ ബോണ്ട്, CH3. ക്ലിയർ. അപ്പോൾ നമുക്ക് പറയാം മോളിക്കുലർ ഫോർമുല എത്ര കാർബൺ ഉണ്ട്? 3 കാർബൺ. C3 എത്ര ഹൈഡ്രജൻ ഉണ്ട്? 1 2 3 4 4 ഹൈഡ്രജൻ ഉണ്ട്. സോ 4. അപ്പോൾ ഇതിനെന്തെങ്കിലും ജനറൽ ഫോർമുല ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. 3ന്റെ ഇരട്ടിയാണ് 6. 6ൽ നിന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ 4. ഓക്കെ, IUPAC നെയിം മെത്ത് എത്ത് പ്രൊപ്പ്. എന്ത് ബോണ്ടാണ്? ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് പ്രൊപ്പൈൻ. ഓക്കെ, അടുത്തത് സ്ട്രക്ചർ മെത്ത് എത്ത് പ്രൊപ്പ് നിങ്ങൾ വരച്ചു, 3 എണ്ണത്തിന്റെ വരച്ചു. ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് 4 എണ്ണത്തിനാണ്. സോ കാർബൺ, ട്രിപ്പിൾ ബോണ്ട്, കാർബൺ, 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 4 എണ്ണം കേട്ടോ. ഇവിടെ ഹൈഡ്രജൻ. ഇവിടെ ഹൈഡ്രജൻ വെക്കണോ? വേണ്ട, കാരണം 1 2 3 4 ഓൾറെഡി ഉണ്ട്. ഇവിടെയോ 1 2 3 4 ഇവിടെ വെക്കണം, ഇവിടെ വെക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വെക്കാം ഹൈഡ്രജൻ, 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 ഹൈഡ്രജൻ. ഓക്കെ, സ്ട്രക്ചറൽ ഫോർമുല ദാറ്റ് ഈസ് CH, ട്രിപ്പിൾ ബോണ്ട്, C, സിംഗിൾ ബോണ്ട്, CH2, സിംഗിൾ ബോണ്ട്, CH3. ഓക്കെ, മോളിക്കുലർ ഫോർമുല എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 4 കാർബൺ ഉണ്ട്. അപ്പൊ ഹൈഡ്രജൻ എത്രയാണ് ഉണ്ടാവും? നമുക്കറിയാം 4ന്റെ ഇരട്ടിയായിട്ടുള്ള 8 ആണ്. 8ൽ നിന്ന് 2 പോയി കഴിഞ്ഞാൽ 6 ആണ് നമുക്കറിയാം. ഓക്കെ, സോ നോക്കിക്കേ 1 2 3 4 5 6. ക്ലിയർ, മനസ്സിലായല്ലോ. സോ ബാക്കി നിങ്ങൾ എന്താ 4 എണ്ണം വരച്ചു. എന്റെ പേരെന്താ പറയാ? മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട്, ബ്യൂട്ടൈൻ, ബ്യൂട്ടൈൻ ആണ്. ഓക്കെ, ബ്യൂട്ടൈൻ. ഓക്കെ, സോ ബാക്കി വരുന്ന ബ്യൂട്ടൈൻ കഴിഞ്ഞ അടുത്ത എന്താ വരിക? മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് പെൻറ്റ്, പെൻറ്റൈൻ നിങ്ങൾ വരച്ചു നോക്കുക. പെൻറ്റൈൻ വരച്ചു നോക്കുക. പെൻറ്റ് കഴിഞ്ഞ അടുത്തൊന്നുമില്ല, മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് പെൻറ്റ് ഹെക്സ്, ഹെക്സൈൻ നിങ്ങൾ വരച്ചു നോക്കുക. ഹെക്സൈൻ, മനസ്സിലായോ? അടുത്തത് ഹെക്സ് കഴിഞ്ഞാൽ ഹെപ്റ്റൈൻ, അത് കഴിഞ്ഞാൽ ഒക്ടൈൻ, അത് കഴിഞ്ഞാൽ നോൺ ഐൻ, അത് കഴിഞ്ഞിട്ട് ഡെക്കൈൻ. വരച്ചു നോക്കട്ടെ. YNE ആണ് എൻഡ് ചെയ്യുന്നത്, അതുവരെ വരച്ചു നോക്കാം. മനസ്സിലായല്ലോ. സോ നമ്മൾ ഇതുവരെ പറഞ്ഞത് ആൽക്കൈനുകളെ കുറിച്ച് പറഞ്ഞു, ആൽക്കീനുകളെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ ആൽക്കൈനുകളെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് ബ്രാഞ്ചഡ് ആൽക്കൈനുകളാണ്. അതായത് ബ്രാഞ്ചസ് ആഡ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് വരിക എന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. സോ ഇതുവരെ ക്ലിയർ ആയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? മനസ്സിലായെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തിടുക. അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ആപ്പോ കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാനോ കൂടുതൽ ഇൻഫർമേഷൻ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. 9746421402. ഓക്കെ, സോ ഇതിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, സോ ഒരു കുഞ്ഞൊരു ബ്രേക്ക്. അപ്പോൾ അതിനുശേഷം നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ബ്രാഞ്ചഡ് ആൽക്കൈനുകളാണ്. ഓക്കെ, താങ്ക് യു.